ആരാ ഏട്ടാ? ഒരു ടാക്സിയാ. ഇതാര് വിളിച്ചിട്ട് വന്നാ ലതികെ? ടാക്സിയോ? ഇവിടുന്ന് ആര് വിളിക്കാനാ? വിനയനാണെങ്കിൽ മേളിക്കിടന്ന് ഉറങ്ങുവാണല്ലോ. ഞാൻ വിളിച്ചു വരുത്തിയതാമേ ടാക്സി. അമ്മ മോളെ ഒന്ന് പിടിക്കാവോ? ഞാൻ ബാഗും എടുത്ത് ആർച്ചമോളെയും കൂട്ടിയിട്ട് വരാം. മോളെ, അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചോ? അതെ അമ്മേ, എനിക്കിങ്ങനെ തല്ലുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള ആരോഗ്യം എനിക്കില്ലമ്മേ. എന്റെ മോനോട് നീ ഇനി ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല മോളെ. പക്ഷെ നീയും കുഞ്ഞുങ്ങളും ഇവിടുന്ന് പോയാ പിന്നെ എനിക്ക് വേറെ ആരുണ്ട്? നിനക്കൊരു കൂട്ടിനു വേണ്ടി ചീരുന് അവളുടെ ജന്മം തുലയ്ക്കാൻ പറ്റുമോ? ചീരു നിന്റെ മകനെതിരെ കേസ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം. കരയാതെ മോളെ. ഞാനിനി ഇവിടെ നിന്ന പോലീസും കേസും ഒക്കെ വരും അമ്മേ. എന്നാ പോലും ഇവിടെ ഒന്നും നേരെ ആവാൻ പോകുന്നില്ല. ഇനി എന്റെ എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞമ്മേ. എനിക്ക് മാത്രമല്ല, എന്റെ മക്കൾക്ക് പോലും ഇനി ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവരെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. അമ്മ അതിനെന്നെ അനുവദിക്കണം. ശരി, ഞാൻ നിന്നെ തടഞ്ഞു വെക്കുന്നില്ല ചീരു. അവനോടൊരു വാക്ക് ചോദിക്കാതെയാണോ മോളെ നീ പോകുന്നത്? അതെ, എനിക്കിനി ആ മനുഷ്യനോടൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. അത്രമാത്രം എന്റെ മനസ്സ് മടുത്തു കഴിഞ്ഞമ്മേ. ഞാൻ ബാഗും എടുത്ത് മോളെ എടുത്തിട്ട് വരാം. കൊച്ചുങ്ങളെയും കൊണ്ട് അവളെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാൻ പോവാ അല്ലേ? നീ ഈ വീട് നരകമാക്കിയ ആരായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയില്ലടാ. നിനക്ക് തല്ലാനും കൊല്ലാനും അവൾ ഇനി ഇവിടെ നിന്ന് തരണോ? എന്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനൊന്ന് തല്ലി. അതിനിവിടുന്ന് കുറ്റി പറിച്ചു പോകേണ്ട കാര്യം എന്താ? ഞാൻ പോവും. നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് മതിയായി, മടുത്തു. അങ്ങനെ മടുത്താലെങ്ങനെ ചീരു? നമുക്ക് 2 കുഞ്ഞുങ്ങളില്ലേ? അച്ഛന്റെ മോളിങ് വന്നേ. എന്താടാ? വാ മോളെ വാ. നീ എന്താടാ ഈ കാണിക്കുന്നേ? എന്റെ കൊച്ചിലേക്ക് താമാ. എന്റെ മോളെ അവള് കരയുന്ന കണ്ടില്ല. എന്റെ കുഞ്ഞിനിങ്ങിതാ. നിങ്ങൾ ഇതുവരെ എന്റെ മോളെ ഇങ്ങനെ എടുത്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ പിടിച്ചു വാങ്ങിയേ? സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഒന്നും അല്ലടി. നീ ഇവിടുന്ന് പോവാതിരിക്കാനാ നിന്റെ ഈ കൊച്ചിനെ ഞാൻ പിടിച്ച് വാങ്ങിയത്. മാറിക്കോട്ട്. നിനക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോവാം. പക്ഷെ നിന്റെ ഈ 2 കുഞ്ഞുങ്ങളെ നീ ഇവിടുന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകില്ല. നിനക്ക് വേണമെങ്കിൽ എന്റെ മോനെ പ്രസവിച്ച് ഇവിടെ തന്നതിന് ശേഷം ഇവരെ കൊണ്ടുപോവാം. എന്റെ മോനെ എനിക്ക് കിട്ടിയ ഇവറ്റകളിൽ നിന്നെ ഞാൻ വെറുതെ വിടാം. അതുവരെ നിന്റെ ഈ ഇരട്ട ജന്തുക്കളെയും കൊണ്ട് നീ എങ്ങും പോലടി. എന്റെ കുഞ്ഞെടാ ദ്രോഹി, നീ എന്തൊരു മഹാപാപോടെ ഈ കാണിക്കുന്നേ? നീ ഈ ചെയ്യുന്നതിന് ദൈവം പോലും നിന്നോട് പൊറുക്കില്ലടാ. വേണ്ടെന്നേ. പെറ്റമ്മ ശവിക്കുന്നവന് എന്ത് ദൈവം? എന്റെ ദൈവവും കാലിനൊക്കെ ഞാൻ തന്നെയാ. താടി ഇങ്ങോട്ട് കൊച്ചിനെ. ഇങ്ങോട്ട് ഇനി വേണമെങ്കിൽ നീ പൊക്കോ. ഈ പിള്ളേർ എന്റെ കൂടെ ഇരിക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ പോകുന്നില്ല. എന്റെ കുഞ്ഞുങ്ങൾ എങ്ങിതാ. ഞാൻ എങ്ങും പോകുന്നില്ല. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇല്ലെങ്കിൽ വിനയന്റെ സ്വഭാവം അറിയാലോ. ചെയ്യൂന്ന് പറഞ്ഞ ചെയ്യും ഞാൻ. ഇല്ല, ഞാൻ പോകുന്നില്ല. മക്കളെ കൊണ്ട് ഞാൻ എവിടെ പോകുന്നില്ല. അവരിങ്ങ് തന്ന മാത്രം മതി. കരയല്ലേടാ, അമ്മയുടെ പൊന്നല്ലേ. കരയല്ലേ കരയല്ലേ. എന്തേ